കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന പ്രവർത്തകരാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയായ 7-ാം വാർഡ് പുത്തൂർമുക്ക്, ആ പുത്തൂർമുക്കിലെ 2 ചേച്ചിമാർക്ക് ഒരു 11-11:30 ആയതോടെ അവർ ഫീൽഡ് കളക്ഷൻ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ അവർ ഒരു വീട്ടിലേക്ക് കളക്ഷൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എതിരെ ഒരു കാറ് വരികയും അടൂർ ഭാഗത്തുനിന്ന് ഒരു ബൈക്ക് വന്ന് ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് കാറ് കുറച്ച് സൈഡ് വെട്ടിച്ച് വന്ന വഴിക്ക് ഇവർക്ക് റോഡിൽ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഒരുപാട് സൈഡ് ചേർന്ന് നിന്നവരാണ് ഞങ്ങളുടെ ചേച്ചിമാർ. അപ്പോൾ അവർ 2 ആളെയും കൂടി ആ കാറ് വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച് അവരങ്ങനെ തെറിച്ച് വീഴുകയായിരുന്നു. അപ്പോൾ അപ്പം തന്നെ എല്ലാവരും പഞ്ചായത്തിൽ നിന്നായാലും എല്ലാ ആൾക്കാരും കൂടി ഓടി വന്നു. ആ ചേച്ചിയെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രസിഡൻ്റ് ഉൾപ്പെടെ, ബഹുമാനീയ പ്രസിഡൻ്റ് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും കൂടി കൊട്ടാരക്കര കൊണ്ടുവരികയും അപ്പോൾ പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് അവർക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിലെ രാധാമണി ചേച്ചിക്ക് ഒരു ഇച്ചിരി ഹെഡ് ഇഞ്ചറി, അതായത് തലയ്ക്ക് നല്ല പരിക്കുള്ളതുകൊണ്ട് ചേച്ചിയെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആ വാർഡ് മെമ്പർ, മുൻ വാർഡ് മെമ്പർമാരും ഒപ്പം ഒരു പ്രേരക ഒരു ചേച്ചിയും കൂടിയാണ്. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകരെല്ലാം ഞങ്ങൾ ഓടി വരുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ പ്രവർത്തകരും, ഞങ്ങളുടെ ചാർജ് ഓഫീസർമാരായ VO, അതുപോലെ മറ്റ് മെമ്പർമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ കൂടി ചേച്ചിയെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും കൂടുള്ള ചേച്ചി ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. 4 മണിക്കൂറിന് ശേഷം ചേച്ചിയുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്കിപ്പോൾ തന്നുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ പഞ്ചായത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളും എല്ലാവരും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് ദൈവം അവരെ എത്രയും പെട്ടെന്ന് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ള വളരെ വലിയ വിഷമമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പം രാവിലെ മുതൽ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്കാനിങ് നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചിയുടെ വന്നായിരുന്നു, സ്ഥലം സന്ദർശിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ബഹുമാനിയ ജയമമ്പർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് മൈക്ക് കൈമാറും. കുളക്കട ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ബൈക്കുകാരൻ്റെയും ഈ കാറുകാരൻ്റെ അനാസ്ഥ മൂലമാണ് ഈ അപകടം സംഭവിച്ചത്. അപകടത്തിനകത്ത് ഒരാൾക്ക് ഗുരുതരമായ പരിക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിലാണ് അവിടെ. അപ്പോൾ അവർക്കുള്ള സ്ഥിതി വളരെ മോശമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെയുള്ള ആൾ അത്യാവശ്യം ന്യൂറോ സർജൻ്റെയും സർജൻ്റെയൊക്കെ അഡ്വൈസിന് വേണ്ടിയിട്ട് അവർ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് കൃത്യസമയത്ത് ഇടപെടുകയും നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തുടർന്ന് ഈ 2 വാഹനങ്ങളുടെയും അലക്ഷ്യമായ രീതിയിലുള്ള വാഹന ഓടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ ഒരാൾ വളരെ നിർധന കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ അവർക്കുള്ള വീട്ടിൽ വിവാഹം കഴിക്കാത്ത ഒരു അമ്മ കൂടിയാണ്. മക്കളോ ഒന്നും തന്നെ ഇല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിട്ടുന്ന വരുമാന മാർഗ്ഗമാണ് അവരുടെ ഏക ആശ്രയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പറയാനുള്ള. മറ്റവരിവിടെ വലിയ പരിക്കല്ല, ഇവിടെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ മതിയാവുമെന്നാണ് നമ്മുടെ ന്യൂറോ മെഡിസിൻ്റെ സർജൻ്റെ നിർദ്ദേശം നമുക്ക് ലഭിച്ചത്. MRI സ്കാൻ അടക്കം എടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. CT സ്കാനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടുത്തെ മതിയായ ചികിത്സ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അലക്ഷ്യമായ ഡ്രൈവിംഗാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും ഇവർ യഥാർത്ഥത്തിൽ ജോലിയുടെ ഭാഗമായി വളരെ ഒതുങ്ങി സൈഡിൽ നിന്ന ആളുകളാണ്. അപ്പോൾ ഇടിച്ചവരെ ഒരു നല്ല താഴ്ചയുള്ള ഭാഗത്തേക്കാണ് ഇവരെ വണ്ടി ഇടിച്ചിട്ടത്. ഇപ്പോൾ ഗുരുതരമായി പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ള അമ്മയുടെ തലമുടി നാര് പോലും ഈ വണ്ടിയുടെ ഗ്ലാസ്സിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത്രയും വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്.